ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുപ്പ് കുറഞ്ഞ ഒരു ബീഫ് റോസ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയതായിട്ട് വൃത്തിയാക്കി കഴുകി അതിൻ്റെ കൊഴുപ്പ് മുഴുവനും എടുത്ത് മാറ്റി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൊഴുപ്പ് ഒട്ടുമില്ല. അത് കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലപോലെ കഴിക്കാൻ ഒരു കുഴപ്പവുമില്ല. അത് ചെറിയ പീസാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് മാറ്റണം. വൃത്തിയായിട്ട് 2-3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി എടുത്ത് നല്ലപോലെ പിഴിഞ്ഞ് കുക്കറിലേക്ക് മാറ്റണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. അടച്ചു വെച്ച് ഗ്യാസിൽ വെക്കുക. 5 വിസിലാണ് അടിച്ചത്. അത് കഴിഞ്ഞ് ഒരു ഉരുളി വെച്ച് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ 1 മുറി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവോള, പച്ചമുളക്, തേങ്ങ ഇതെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉരുളി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ട് പിന്നെ കരിയാപ്പില ഇട്ട് കൊടുക്കുക. കരിയാപ്പില ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, നല്ലപോലെ മിക്സ് ചെയ്തതിന് അത് കഴിഞ്ഞ് പച്ചമണം ഒന്ന് പോകണം ചെറുതായിട്ടൊന്ന്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ്. പച്ചമുളക് വഴന്നതിന് ശേഷം പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി, നല്ലപോലെ മിക്സ് ചെയ്യണം. ഒരു ബ്രൗൺ കളർ ചെറുതായിട്ട്. അത് കഴിഞ്ഞ് സവോള 6 സവോള ചെറിയതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ബ്രൗൺ കളറാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട്
2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. തുറന്നിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഉള്ളി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. മസാലകളെല്ലാം ഇടാം. ബ്രൗൺ കളറാകുന്നിടം വരെ ഒരു ബ്രൗൺ കളറായി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ബ്രൗൺ കളറാകും നല്ലപോലെ. വീണ്ടും 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇളക്കി കൊടുക്കുക. ഉള്ളി ഇഞ്ചി എല്ലാം റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായി. ഇനി നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാൻ ചെയ്യും. മസാല ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണിന് 2 സ്പൂൺ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല ഇത് ബീഫ് നന്നായിട്ട് വേവിച്ചതാണ്. നമ്മളൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നല്ലപോലെ വെന്തതാണ്. ബീഫ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി ബീഫ് റോസ്റ്റ് അറൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ബീഫ് റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് മല്ലിയിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ടേസ്റ്റിയായ ബീഫ് റോസ്റ്റ് റെഡി. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.